ഇതാണ് പിങ്ക് സാൻഡ്സ്റ്റോണിൽ തീർത്ത അതിമനോഹരമായ അബുദാബിയിലെ ബാബ്സ് മന്ദിർ. ബാബ്സ് മന്ദിറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഏദൻ ഇവ ഇസ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന വിശ്വാസത്തിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് അബുദാബിയിലുള്ള ബാബ്സ് ടെമ്പിൾ കാണാനായിട്ട് വന്നതാണ്. ദുബായിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയമൊക്കെ നോക്കി ഉച്ചക്കത്തേക്കുള്ള അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ എടുത്തത്. അത് അബദ്ധമായോ എന്ന് ഇപ്പോൾ ചെറിയൊരു സംശയം, കാരണം ചൂട് ഒരു രക്ഷയില്ല. ദാവൂദി ബൊഹ്റ മുസ്ലിം സമുദായം പൂർത്തിയാക്കിയ 47 മീറ്റർ നീളമുള്ള ഈ 3D പ്രിന്റഡ് മതിലാണ് ബാബ്സ് മന്ദിറിലേക്ക് വരുന്ന ഓരോ ആളെയും സ്വാഗതം ചെയ്യുന്ന വോൾ ഓഫ് ഹാർമണി. എൻട്രൻസിൽ തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇവിടെ ക്യാമറ ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. മന്ദിർ.ai എന്ന വെബ്സൈറ്റിൽ പോയി അപ്പോയിൻമെന്റ് എടുക്കുന്ന ഏതൊരാൾക്കും അമ്പലത്തിലേക്ക് വരാം. തിങ്കളാഴ്ച ഒഴികെ ഏത് ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയത്തേക്ക് നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കാൻ പറ്റും. അപ്പോയിൻമെന്റ് സൗജന്യമാണ് കേട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി എന്ന വലിയ ബോർഡ് കാണാം. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഷൂ ഹൗസ് എന്ന ഈ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടെയുള്ള റാക്കിൽ നമ്മളെല്ലാവരും ഷൂ ഒക്കെ ഊരി വെച്ച് അമ്പലത്തിലേക്ക് കയറാനായി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങണം. ഇന്ത്യയിലെ നദികളായ ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ ഉറവിടത്തെ സൂചിപ്പിക്കാനുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. പൂളിന്റെ അടിയിലെ നീല നിറവും ഭിത്തിയിലുള്ള പശുവിന്റെ വായിൽ നിന്നും വെള്ളം ചാടുന്ന ഈ ഡിസൈനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ തണുത്ത ഇറ്റാലിയൻ മാർബിൾ വിരിച്ച് നല്ല വൃത്തിയുള്ള മുറ്റമാണ്. ഇപ്പൊ നട്ടുച്ചയാണ്. മറ്റു സ്ഥലത്തൊക്കെ തൊടുമ്പോൾ നമുക്ക് പൊള്ളുന്ന ചൂടാണെങ്കിൽ ഈ വെള്ള മാർബിളിൽ ചവിട്ടുമ്പോൾ നല്ല തണുപ്പാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് നല്ല വീതിയുള്ള പടിക്കെട്ടുകളാണ്. അത് കയറി മുകളിലെത്തുമ്പോൾ അതിമനോഹരമായിട്ടിരിക്കുന്ന അമ്പലം. അവിടെയെല്ലാം തൂത്ത് തുടച്ച് എപ്പോഴും വൃത്തിയായാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത്രയും വിസിറ്റേഴ്സ് വരുമ്പോഴുള്ള പൊടിയോ ചെളിയോ ഒന്നും എവിടെയും കാണാനില്ല. അമ്പലത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ല. പുറത്തു നിന്നും പരമാവധി പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അകത്ത് കയറി കഴിയുമ്പോഴാണ് അമ്പലത്തിന്റെ ഭംഗി ശരിക്കും കാണുന്നത്. പുറമെ പിങ്ക് സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ഉള്ളിൽ മുഴുവൻ വെള്ള ഇറ്റാലിയൻ മാർബിൾ ആണ്. ഉള്ളിലെ പില്ലറുകളും ഭിത്തിയും മുകൾ ഭാഗവും എന്ന് വേണ്ട ഓരോ ഇഞ്ച് സ്ഥലവും അതിമനോഹരമായ കൊത്തുപണികളാണ്. അത് അവിടെ പോയി തന്നെ കണ്ട് ആസ്വദിക്കണം. അമ്പലത്തിനകത്തും പുറത്തുമുള്ള കൊത്തുപണികളെ രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം എന്നിവയിൽ നിന്നുള്ള കഥകൾ മാത്രമല്ല, അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, നേറ്റീവ് അമേരിക്കൻ തുടങ്ങിയ കഥകളും കഥാപാത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിന്റെ പുറംഭാഗം മുഴുവൻ ഇങ്ങനെയുള്ള കൊത്തുപണികളാണ്. ഏഴ് പ്രതിഷ്ഠകളാണ് ഈ അമ്പലത്തിലുള്ളത്. നടുവിലെ ശ്രീകോവിലിൽ സ്വാമിനാരായണന്റെയും ഗുണതീതാനന്ദ സ്വാമിയുടെയും മൂർത്തികളാണുള്ളത്.
രണ്ടാമത്തെ ശ്രീകോവിലിൽ ശ്രീകൃഷ്ണന്റെയും ഭാര്യ രാധയുടെയും മാർബിൾ മൂർത്തികൾ. മൂന്നാമത്തെ ശ്രീകോവിലിൽ രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവരുടെ മാർബിൾ മൂർത്തികളാണ്. നാലാമത്തെ ശ്രീകോവിലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാർബിളിൽ തീർത്ത ശിവപാർവതിമാർക്കൊപ്പം മുരുകനും ഗണപതിയും. അഞ്ചാമത്തെ ശ്രീകോവിലിൽ വിഷ്ണുവിന്റെ അവതാരമായ വെങ്കടേശ്വര എന്നറിയപ്പെടുന്ന ശ്രീനിവാസന്റെ കറുത്ത ഗ്രാനൈറ്റ് മൂർത്തികളും സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ അവതാരമായ പത്മാവതിയും ഉണ്ട്. ആറാമത്തെ ശ്രീകോവിലിൽ ജഗന്നാഥന്റെ മൂർത്തികളാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ സുഭദ്ര, ബലഭദ്ര എന്നിവർക്കൊപ്പം. ഏഴാമത്തെ ശ്രീകോവിലിൽ പഞ്ചലോഹത്തിൽ തീർത്ത അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ്. 18-ാം പടിയും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 18-ാം പടിയുടെ ചെറിയൊരു മോഡൽ. അമ്പലത്തിന്റെ അടിയിലെ ഈ നിലയിൽ ഒരു പ്രാർത്ഥനാ ഹാളും മറ്റു പ്രദർശനങ്ങളുമാണ്. അതിനുള്ളിലും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിന് ചുറ്റിലുമായി പൂളുകൾ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് അമ്പലത്തിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. പുറത്തെ പില്ലറുകളിൽ കൊത്തുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. UAE ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി ബാബ്സ് സ്വാമിനാരായണ സംസ്ഥ നിർമ്മിച്ച ഒരു പരമ്പരാഗത ഹിന്ദു അമ്പലമാണ്. UAE സർക്കാർ ക്ഷേത്രത്തിനായിട്ട് 13.5 ഏക്കർ, പാർക്കിങ്ങിനായിട്ട് 13.5 ഏക്കർ ഉൾപ്പെടെ 27 ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ഡിസംബറിലാണ് അമ്പലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻഡ്സ്റ്റോണും ഇറ്റലിയിൽ നിന്നുള്ള മാർബിൾ ഉപയോഗിച്ചാണ് 108 അടി ഉയരവും 262 അടി നീളവും 180 അടി വീതിയുമുള്ള ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ദുബായ് അബുദാബി ഷെയ്ഖ് സയ്യിദ് ഹൈവേയിൽ അൽ റഹ്ബയ്ക്ക് സമീപമുള്ള അബു മുറൈഗയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രവും മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രവുമാണ്. ഇന്ത്യയിലെ വിദഗ്ധരായ കരകൗശല വിദഗ്ധർ കൊത്തിയെടുത്ത 1 കിലോഗ്രാം മുതൽ 6 ടണ്ണിലധികം ഭാരമുള്ള 25,000-ലധികം കല്ലുകൾ കൊണ്ടാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൽ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ബാബ്സ് ടെമ്പിൾ, ഒരു സന്ദർശക കേന്ദ്രം, പ്രാർത്ഥനാ ഹാളുകൾ, പ്രദർശനങ്ങൾ, പഠന മേഖലകൾ, കുട്ടികൾക്കുള്ള സ്പോർട്സ് ഏരിയ, തീമാറ്റിക് ഗാർഡനുകൾ, വാട്ടർ ഫീച്ചറുകൾ, ഫുഡ് കോർട്ട്, ഗിഫ്റ്റ് ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഷൂ ഹൗസിലെത്തി. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് പിള്ളേരെല്ലാം കുറച്ച് മടുത്തുപോയി. താഴെ എത്തി കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് AC-യിൽ ഇരുന്നപ്പോഴേക്ക് പിള്ളേരൊക്കെ ഓക്കെ ആയി. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇടതുവശത്ത് ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടവും നല്ല മനോഹരമായ ഫർണിഷിംഗ് ആണ്.
ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ച് നമ്മൾ പോകാനായി പുറത്തേക്ക് ഇറങ്ങി. ഈ അമ്പലത്തിനടുത്തായി തന്നെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുമുണ്ട്. CSI പാരിഷ്, മലയാളം കമ്മ്യൂണിറ്റിയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റവ കൊണ്ടുണ്ടാക്കിയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പ്രസാദം കൊടുക്കാനുള്ള ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്ന് പ്രസാദവും വാങ്ങി മെല്ലെ നമ്മൾ പുറത്ത് പാർക്കിങ്ങിലേക്ക് നടക്കുവാണ്. എന്തായാലും UAE എത്തുന്നവർ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാബ്സ് ടെമ്പിൾ.